Hello students, welcome to experiment number 5 of CSH lab. Install hard disk and configure to the PC. അതായത് ഒരു ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും അതെങ്ങനെ കോൺഫിഗർ ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ഗോ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾ ഹാർഡ് ഡിസ്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഐഡൻറ്റിഫൈ മാസ്റ്റർ സ്ലേവ് ID ഡിവൈസസ്, അതായത് മാസ്റ്ററും സ്ലേവ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. കോൺഫിഗർ CMOS സെറ്റപ്പ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നോക്കാം. പാർട്ടീഷൻ ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക്, അതായത് ഒരു ഹാർഡ് ഡിസ്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യണമെന്നും ഫോർമാറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പ്രാക്ടീസ് വിത്ത് സ്കാൻ ഡിസ്ക് ക്ലീനപ്പ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ്, അതായത് ഡിസ്ക് എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളതും ഡിസ്ക് എങ്ങനെ ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതും ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ കാണാൻ സാധിക്കും. ആദ്യത്തേലേക്ക് പോവാം. ഹൗ ടു ഇൻസ്റ്റാൾ എ ഹാർഡ് ഡ്രൈവ്. ഒരു ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയർ? ആദ്യം തന്നെ അൺപ്ലഗ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് സ്വിച്ച് ഓഫ് ദ പവർ സപ്ലൈ. കമ്പ്യൂട്ടർ അൺപ്ലഗ് ചെയ്യുക, പവർ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡ്രൈവ് ബേ എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, ഹാർഡ് ഡ്രൈവ് ബേ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കേബിൾസും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് കണക്ടേഴ്സ് ബാക്ക് സൈഡിലെ ഹാർഡ് ഡ്രൈവുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി എവിടെയൊക്കെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് കണക്ടേഴ്സിൻ്റെ മറ്റേ അറ്റം മദർ ബോർഡിലേക്കും കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ID കേബിൾസ് യൂസ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെയും CD ഡ്രൈവിൻ്റെയും ബാക്കിൽ നിന്നും നമ്മൾ ബോർഡിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇതൊക്കെ പ്രവർത്തിക്കുള്ളൂ പ്രോപ്പർലി. അടുത്തതായിട്ട് set the drive jumper to the master setting if you are installing an ID drive. അതായത് ഒരു ID ഡ്രൈവാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഡ്രൈവ് ജമ്പർ മാസ്റ്റർ സെറ്റിങ്ങിലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഈ കണക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്തതിന് ശേഷം put the side panel back on the computer and secure it with the screws. ഓക്കെ, സ്ക്രൂസ് വെച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക, പവർ സപ്ലൈ ഓൺ ആക്കിയിടുക. ഓക്കെ, ഐഡൻറ്റിഫൈ മാസ്റ്റർ സ്ലേവ് ID ഡിവൈസസ്. സാറ്റ ഡ്രൈവ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ കേബിൾ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സാറ്റ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ CD DVD ഡ്രൈവും നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. സെപ്പറേറ്റ് കേബിൾസ് അതിന് യൂസ് ചെയ്യാം. ഓക്കെ, സോ അവിടെ വേറെ ഈ മാസ്റ്റർ സ്ലേവ് എന്നുള്ള ഡിസ്റ്റിങ്വിഷിങ് ഫാക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ID ഡ്രൈവ്സ് ദേ ഷെയർ എ സിംഗിൾ കേബിൾ. മനസ്സിലായില്ലേ? ഒരു ID ഡ്രൈവ്സിൻ്റെ കേസിൽ ദേ ഷെയർ എ സിംഗിൾ കേബിൾ. വെൻ ടു ഡ്രൈവ്സ് ഷെയർ വൺ കേബിൾ യു ഗിവ് ദം ഡിഫറെൻറ്റ് നെയിംസ്. മനസ്സിലായില്ലേ? ഡിഫറെൻറ്റ് നെയിംസ് കൊടുത്തേ പറ്റൂ. ID ഡ്രൈവ്സ്, ദോസ് നെയിംസ് ആർ മാസ്റ്റർ ആൻഡ് സ്ലേവ്. ഓക്കെ, സോ നിങ്ങൾക്ക് താഴെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. അതിൽ ഓപ്ഷൻസ് ജമ്പർ ബ്ലോക്ക്, അതായത് ജമ്പർ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടി എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് 2 പിൻസിൽ കൊടുക്കുമ്പോൾ, അതായത് 7 and 8 പിന്നിലേക്ക് കൊടുക്കുന്ന സമയത്ത് മാസ്റ്റർ ഓർ സിംഗിൾ ഡ്രൈവ് ആയിട്ട് സെറ്റ് ആവും. സ്ലേവ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജമ്പർ പിൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഐഡിയലാക്കി വെച്ചാൽ മതി. സോ ഡ്രൈവ് ഇസ് സ്ലേവ്. മാസ്റ്റർ വിത്ത് നോൺ ATA കമ്പാറ്റബിൾ സ്ലേവ് ആവണമെന്നുണ്ടെങ്കിൽ 1 2 3 4 നമ്മൾ ജമ്പറായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, കേബിൾ സെലക്ട് ആണെന്നുണ്ടെങ്കിൽ 5 6 കണക്ട് ചെയ്യുക. അതുപോലെ ലിമിറ്റ് ഡ്രൈവ് കപ്പാസിറ്റി 40 GB അല്ലെങ്കിൽ ലെസ് ദാൻ 40 GB അങ്ങനെ സെറ്റ് ചെയ്യാനാണെങ്കിൽ 1 and 2ലേക്ക് ജമ്പർ കണക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫൈൻഡ് ദ ഡ്രൈവ്സ്, മാസ്റ്റർ സ്ലേവ് ഐഡൻറ്റിഫിക്കേഷൻ ചാർട്ട്,
യൂഷ്വലി പ്രിൻറ്റഡ് ഇൻ ദ ബ്ലാക്ക് ഓൺ എ സ്റ്റിക്കർ അറ്റാച്ച് ടു യുവർ ഡ്രൈവ്. ഓക്കെ, അത് ഡ്രൈവിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ മാസ്റ്റർ സ്ലേവ് ഐഡൻറ്റിഫിക്കേഷനുള്ള ചാർട്ട് ഉണ്ടാവും. ലൊക്കേറ്റ് ദ ഡ്രൈവ്സ് മാസ്റ്റർ സ്ലേവ് പിൻസ്. എവിടെയൊക്കെയാണ് മാസ്റ്റർ സ്ലേവ് പിൻസ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തെടുക്കുക. These both live near where the data and power cables plug into the drive. Okay, you will find 6 or more pins, but they are always set in pairs like the ones in the photo. നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോയിലുള്ള പോലെ തന്നെ they are always set in pairs. Okay, അപ്പോൾ ഒരു പെയർ ഓഫ് ട്വീസേഴ്സ് അല്ലെങ്കിൽ നീഡിൽ നോസ് പ്ലെയേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ ജമ്പർ ഈ പെയർ ഓഫ് പിൻസിൻ്റെ മേലെ പ്ലേസ് ചെയ്യണം ടു മേക്ക് ഇറ്റ് ഐദർ മാസ്റ്റർ ഓർ സ്ലേവ്. ഓക്കെ, ഇനി CMOS സെറ്റപ്പ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ബയോസിലേക്ക് പോവാണ്. സോ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് F2 ആണ് അതിൽ ബയോസിലേക്ക് പോകാനുള്ള കീ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ F10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർ ഡിലീറ്റ് ബട്ടൺ, അതായത് ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബയോസിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. അതിൽ നിന്നുകൊണ്ട് അഡ്വാൻസ് സെറ്റിങ്ങിലേക്ക് പോവാം. അഡ്വാൻസ് സെറ്റിങ്ങിൽ ഓട്ടോ ഡിറ്റക്ട് ഹാർഡ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്ത ഹാർഡ് ഡിസ്ക് ഡിറ്റക്റ്റ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് പാർട്ടീഷൻ ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക്. എങ്ങനെയാണ് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നതും നോക്കാം. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ കയറി കൺട്രോൾ പാനലിലേക്ക് പോയി സിസ്റ്റം ആൻഡ് മെയിൻ്റനൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും സ്റ്റോറേജിൽ. ഓക്കെ, സോ സ്റ്റോറേജിൻ്റെ അണ്ടറിൽ നമുക്ക് ഡിസ്ക് മാനേജ്മെൻറ്റ് കിട്ടും. ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹാർഡ് ഡിസ്കിൽ എത്ര ഡ്രൈവുകൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ എത്ര സ്പേസുകൾ അവൈലബിൾ ആണോ അത് മുഴുവൻ ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും NTFS ഫയൽ സിസ്റ്റംസ് എത്ര എണ്ണമുണ്ട്, അത് എത്ര സൈസ് ഉണ്ട്, അതിൽ ഫ്രീ സ്പേസ് ഏതൊക്കെ എടുത്തു കഴിഞ്ഞു എന്നുള്ള ഇൻഫർമേഷനും നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി റൈറ്റ് ക്ലിക്ക് ആൻ അൺഅലോക്കേറ്റഡ് റീജിയൻ ഓൺ യുവർ ഹാർഡ് ഡിസ്ക് ആൻഡ് ദെൻ ക്ലിക്ക് ന്യൂ സിമ്പിൾ വോളിയം. അതായത് ഒരു അൺഅലോക്കേറ്റഡ് റീജിയൻ, ഓക്കെ, അൺഅലോക്കേറ്റഡ് റീജിയൻ നമ്മൾ എടുക്കുന്നു. അതായത് ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രീ സ്പേസ്. അതെടുക്കുന്നു, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ സിമ്പിൾ വോളിയം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് സിമ്പിൾ വോളിയം വിസാർഡ് ക്ലിക്ക് നെക്സ്റ്റ്. Type the size of the volume you want to create in megabytes or accept the maximum default size and then click next. അതായത് നമുക്ക് എത്ര വലിപ്പമുള്ള ഡ്രൈവാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓൺ ദി അസൈൻ ഡ്രൈവ് ലെറ്റർ ഓർ പാത്ത് പേജ് സ്പെസിഫൈ വെദർ യു വാണ്ട് ടു അസൈൻ എ ഡ്രൈവ് ലെറ്റർ ഓർ പാത്ത് ആൻഡ് ദെൻ ക്ലിക്ക് നെക്സ്റ്റ്. അതായത് നമുക്ക് ഒരു ഡ്രൈവ് ലെറ്റർ ഒരു പാത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് CDEF നമുക്ക് ഏത് വേണോ ആ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അസൈൻ ദ ഫോളോയിങ് ഡ്രൈവ് ലെറ്റർ, സെലക്ട് ആൻ അവൈലബിൾ ഡ്രൈവ് ലെറ്റർ ഇൻ ദ സെലക്ഷൻ ലിസ്റ്റ് പ്രൊവൈഡഡ്. ഓക്കെ, ഇനി നമുക്ക് ഏത് ടൈപ്പ് ഫയൽ സിസ്റ്റം ആയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. അപ്പോൾ ഫയൽ സിസ്റ്റം യൂഷ്വലി നമ്മൾ സെലക്ട് ചെയ്യുക FAT32 ഓർ NTFS. ഓക്കെ, NTFS എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ഓക്കെ, NTFS is selected by default in most cases. അതായത് വിൻഡോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്കിൽ നമ്മൾ യൂഷ്വലി ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് NTFS ആണ്. ക്ലിക്ക് നെക്സ്റ്റ്, കൺഫേം യുവർ ഓപ്ഷൻസ് ആൻഡ് ദെൻ ക്ലിക്ക് ഫിനിഷ്. അതോടെ നമ്മൾ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ടു ഫോർമാറ്റ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ടീഷൻ, അതായത് എങ്ങനെയാണ് ഒരു പാർട്ടീഷനെ ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡെപ്തിലേക്കുള്ള നോളജിലേക്കാണ് പോകുന്നത്. സ്റ്റോറേജിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഏത് വോളിയമാണോ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ ക്ലിക്ക് ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ട് സെറ്റിങ്സിൽ ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുക്കുക, ക്ലിക്ക് ഓക്കെ അഗെയിൻ, അത് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്
ഡിസ്ക് ചെക്കിംഗ്, ഡീഫ്രാഗ്മെൻറ്റിംഗ് ആൻഡ് ക്ലീനപ്പ്. അതായത് ഒരു ഡിസ്കിൽ എറേഴ്സ് വന്നിട്ടുണ്ടോ, ഏത് സെക്ടറിലാണ് എറർ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസ്ക് ചെക്കിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എറർ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഒരു ഡ്രൈവിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ആ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൂൾസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ സാധിക്കും. ആ ടൂൾസ് ടാബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ 3 ഓപ്ഷൻസ് കാണാം: എറർ ചെക്കിംഗ്, ഡീഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബാക്കപ്പ്. ഓക്കെ, സോ അതിലെ എറർ ചെക്കിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ആ ഡ്രൈവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ദിസ് ഓപ്ഷൻ വിൽ ചെക്ക് ദ ഡ്രൈവ് ഫോർ എറേഴ്സ്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് എറർ ചെക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ. ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. വെൻ എ പ്രോഗ്രാം സേവ്സ് എ ഫയൽ ഓൺ എ ഡിസ്ക്, ഇറ്റ് പുട്സ് ദ ഫയൽ ഇൻ ടു എൻ എംപ്റ്റി സ്പേസ് ഓൺ ദ ഡിസ്ക്. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാം സേവ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു ഫയൽ സേവ് ചെയ്യുകയാണ് ഡിസ്കിലേക്ക്. ആ ഫയൽ ഒരു എംപ്റ്റി സ്പേസിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ ടേക്സ് ഓൾ ദ പീസസ് ഓഫ് ഈച്ച് ഫയൽ. ഓക്കെ, ഈ ഫയലിൻ്റെ എല്ലാ പീസുകളും എടുത്തിട്ട് ആൻഡ് സ്റ്റോർസ് ദം ഇൻ വൺ പ്ലേസ്. അതെടുത്ത് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, വിത്തൗട്ട് എനി ഗ്യാപ്സ്. ഓക്കെ, it also makes sure programs are each in one place and that unused space on the hard disk is all together. അതായത് അൺയൂസ്ഡ് സ്പേസുകളെല്ലാം ഒരുമിച്ച് കിട്ടും ഈ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഫയലിൻ്റെ എല്ലാ പീസസും ഒരുമിച്ച് ഒരു സ്ഥലത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും, അൺയൂസ്ഡ് സ്പേസ് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. അതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ. ഇനി ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏത് ഡ്രൈവാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസ്ക് ക്ലീനപ്പ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഡ്രൈവാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും, അൺവാണ്ടഡ് ആയ ഫയൽസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ സാധിക്കും. ഈ പിക്ചറിൽ ഡൗൺലോഡഡ് പ്രോഗ്രാം ഫയൽസ്, ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ്, ഓഫ്ലൈൻ വെബ് പേജസ്, ഗെയിം സ്റ്റാറ്റിസ്റ്റിക്സ് ഫയൽസ്, റീസൈക്കിൾ ബിൻ, ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്ത് വരും. ഇതിൽ ഏതൊക്കെ ഫയൽസാണ് നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ക്ലീനപ്പ് പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയ ഫയൽസ് റിമൂവ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ സ്പേസ് ധാരാളം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ സി ഡ്രൈവാണ് സെലക്ട് ചെയ്തത്. സി ഡ്രൈവാണ് ഇപ്പോൾ ക്ലീനപ്പ് പ്രൊസീജിയറിലൂടെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ 107 MB നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.